ഒരു കനത്ത മഴയത്താണ് അർജുനും വില്ലനായ ദേവയും ഒരേ സമയം ശൈലജയെ കാണുന്നത്. കണ്ട ആദ്യ നിമിഷം തന്നെ രണ്ടുപേർക്കും അവളോട് വലിയ ഇഷ്ടം തോന്നി. പക്ഷെ അർജുനായിരുന്നു ഭാഗ്യം കൂടുതൽ. പിന്നീട് ഓരോ തവണ മഴ പെയ്യുമ്പോഴും അർജുനും ശൈലജയും അവിചാരിതമായി കണ്ടുമുട്ടിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ദൈവം നിശ്ചയിച്ചതാണ് എന്ന് തോന്നിപ്പിക്കും വിധം അവർ അത്രമേൽ പ്രണയത്തിലായി. ശൈലജയുടെ അച്ഛൻ സുന്ദരമൂർത്തി പണത്തിനുവേണ്ടി എന്തു ചതിയും ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നു. മകളുടെ പ്രണയത്തേക്കാൾ അയാൾക്ക് വലുത് വില്ലനായ ദേവ തരുന്ന പണമായിരുന്നു. ഇതിനായി ദേവയും സുന്ദരമൂർത്തിയും ചേർന്ന് ഒരു ചതിയൊരുക്കി. ശൈലജയുടെ മുന്നിൽ വെച്ച് തന്നെ അർജുൻ മയക്കുമരുന്ന് കച്ചവടക്കാരനാണെന്ന് വരുത്തിതീർത്ത് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അർജുനെ ശൈലജ വിശ്വസിച്ചില്ല. പ്രാണനെപ്പോലെ സ്നേഹിച്ചവൾ തന്നെ സംശയിച്ചപ്പോൾ അർജുന് വലിയ വിഷമമായി. അവൻ അവളെ വിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. സത്യമെന്താണെന്നറിയാൻ വേണ്ടി ശൈലജ അർജുന്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചു. അത് കണ്ട ശൈലജയുടെ അച്ഛൻ സ്വന്തം തല മതിലിലിടിച്ച് പരിക്കേൽപ്പിച്ചു. അർജുൻ തന്നെ തള്ളിയിട്ടതാണെന്ന് മകളോട് കള്ളം പറയുകയും ചെയ്തു. കൂടാതെ ശൈലജ അർജുന് നൽകിയ മോതിരം അവൻ വെറുപ്പോടെ തിരിച്ചു നൽകിയെന്നും അയാൾ നുണ പറഞ്ഞു. ഇത് വിശ്വസിച്ച ശൈലജ അർജുനെ പൂർണ്ണമായും വെറുത്തു. ഇനി അവൻ തന്റെ ജീവിതത്തിലില്ലെന്ന് അവൾ അച്ഛന് വാക്ക് നൽകി. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. ശൈലജ വലിയൊരു സിനിമാ നായികയായി മാറി. എന്നാൽ അർജുൻ അവളെ മറക്കാനാവാതെ അമ്മാവന്റെ കീഴിൽ ജോലി ചെയ്യുകയാണ്. ഇതിനിടയിൽ ശൈലജയെ വിവാഹം കഴിച്ചുതരാമെന്ന് പറഞ്ഞ് സുന്ദരമൂർത്തി വീണ്ടും ദേവയെ പറ്റിച്ച് പണം വാങ്ങി. കളി മാറിയെന്ന് മനസ്സിലാക്കിയ ദേവ ശൈലജയെ തട്ടിക്കൊണ്ടുപോയി. മകളെ രക്ഷിക്കാൻ മറ്റാരെക്കൊണ്ടും കഴിയില്ലെന്ന് വന്നപ്പോൾ സുന്ദരമൂർത്തി ഒടുവിൽ അർജുനെ തേടിയെത്തി. ആദ്യം പോകാൻ സമ്മതിച്ചില്ലെങ്കിലും തന്റെ അമ്മാവന്റെ ചികിത്സയ്ക്ക് പണം അത്യാവശ്യമായതിനാൽ പണം കിട്ടിയാൽ രക്ഷിക്കാമെന്ന് അർജുൻ സമ്മതിച്ചു. അർജുൻ സാഹസികമായി അവളെ ദേവയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആ പോരാട്ടത്തിനിടയിൽ അർജുന്റെ വിരലിൽ ഇന്നും ഭദ്രമായിരിക്കുന്ന തന്റെ പഴയ മോതിരം ശൈലജ കണ്ടു. തന്റെ അച്ഛൻ തന്നെ ഇത്രയും കാലം ചതിക്കുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അർജുനോട് മാപ്പു ചോദിച്ചെങ്കിലും ഒരിക്കൽ സംശയിച്ചവളെ എനിക്കിനി വേണ്ട എന്ന ഉറച്ച നിലപാടിലായിരുന്നു അർജുൻ. എന്നാൽ അച്ഛൻ ചെയ്ത ക്രൂരമായ നാടകങ്ങളെല്ലാം അവൾ കരഞ്ഞു പറഞ്ഞപ്പോൾ ശൈലജയുടെ സ്നേഹം സത്യമായിരുന്നു എന്ന് അർജുൻ തിരിച്ചറിഞ്ഞു. ഒടുവിൽ അവൻ അവളോട് ക്ഷമിക്കുകയും അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്തു.